ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തെരണ്ടിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ തെരണ്ടി മീനാണ് കേട്ടോ. തെരണ്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള വെയിറ്റാണ് 1 കിലോ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 1.5 കപ്പ് തേങ്ങ വേണം. നാളേരം ചിരണ്ടിയത് മെഷറിംഗ് കപ്പിൽ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 7 ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി വേണം കേട്ടോ. ഈ വലിപ്പത്തിൽ ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. പിന്നെ ഈ കാണുന്ന ചെറിയ ഉള്ളി എന്ന് പറയുന്നത് നമുക്ക് വറുത്തിടാനുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് നമുക്ക് നാളേരം വറുത്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് നാളേരം ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. തെരണ്ടി മീൻ കറി സാധാരണയായിട്ട് നമ്മൾ വറുത്തരച്ചാണ് കേട്ടോ വെക്കാറ്. ചിലവരൊക്കെ ഇത് ഇങ്ങനെ കുടംപുളിയിട്ട് പറ്റിച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മളിങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോഴാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ. അരയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നാളേരം ഒന്ന് ചൂടായി കഴിഞ്ഞൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളേരം വറുക്കുമ്പോൾ ഒന്ന് വെളിച്ചെണ്ണ കുറവ് തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ അല്ലിയാണ്, അതുകൊണ്ടാണ് 5-6 ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക, ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ലോ ടു മീഡിയം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നാളേരം കരിഞ്ഞു പോവും. നാളേരം കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം മീഡിയം ടു ലോയിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് നാളേരം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കുറച്ച് കുടംപുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്താൻ വെക്കുക കേട്ടോ. ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് ഇത്ര എടുത്തേക്കുന്നത്. നമുക്കൊരു കറക്റ്റ് വലിയ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പ് കുടംപുളി ആണെങ്കിൽ ഒരു വലിയ കുടംപുളി, വലിയ കഷ്ണം ഒരു 2-3 കഷ്ണം എടുക്കുക കേട്ടോ. കാരണം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, പുളിയും എരിവും നമ്മൾ മുൻപ് നിർത്തിയിട്ട് വേണം കറി ഇറക്കാനായിട്ട്. വേവിക്കുമ്പോൾ ഇത് രണ്ടും മുന്നൊക്കെ നിർത്തണം, കൂടുതലായിരിക്കണം എന്നുള്ളത്. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇത് വറുത്തെടുക്കുക. വറുത്ത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ടൈമിലാകുമ്പോഴേക്കും നമുക്ക് പൊടികളും കൂടി ആ കൂട്ടത്തിൽ വറുത്ത് വെക്കാൻ പറ്റും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. പൊടികളൊന്നും കരിഞ്ഞ് പോകാതെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ ആവുന്ന വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ വറുക്കുന്നത് ഇത് നല്ലോണം ബ്രൗൺ നിറം ആയാലാണ് കറിക്ക് നല്ല കളർ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കറി ഇങ്ങനെ നമ്മൾ സാധാ തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കളറിലിരിക്കും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ അതിലിരുന്നൊന്ന് ബേൺ ആവാൻ തുടങ്ങും, കരിയാൻ തുടങ്ങും. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് അരയ്ക്കാം കേട്ടോ. ഇത് നമ്മൾ നല്ലോണം വെളിച്ചെണ്ണ ചേർത്താണ് വറുത്തതെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ടി വരില്ല. അരയ്ക്കുമ്പോൾ നമ്മൾ ഉള്ളിത്തീയിലൊക്കെ വെക്കുന്ന പോലെ ജസ്റ്റ് അരയ്ക്കുമ്പോഴേക്കും അതിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ ഇറങ്ങും. ഞാൻ അധികം വെളിച്ചെണ്ണ ചേർക്കാണ്ടാണ് തേങ്ങ വറുത്തെടുത്തത്. അപ്പോൾ എനിക്ക് വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. നമ്മൾ അരയ്ക്കാൻ പാകത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരയ്ക്കണം, തരിവൊന്നും പാടില്ല. നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കുക കേട്ടോ ചൂടാറിയതിന് ശേഷം. നമുക്ക് എന്നിട്ട് മീൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പ് ചേർത്തിട്ട് നമുക്ക് മീനിൻ്റെ ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ചിലവർക്ക് നല്ലോണം ഗ്രേവി വേണ്ടി വരും, ചിലവർക്ക് ഗ്രേവി കുറവ് മതി. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. തിള വരാറാകുമ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ നമുക്കിതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും എരിവും പുളിയും ഇത്തിരി മുൻപേ തന്നെ നിർത്തിയിട്ട് വേണം കറി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തിളയ്ക്കാനുള്ളൊരിത് വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് സിമ്മിലിട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക കേട്ടോ.
ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്. മീൻ ഒരിക്കലും ഇങ്ങനെ തിളച്ച് ഇതാവും. ലോ ഫ്ലെയിമിൽ വേണം മീൻ എപ്പോഴും കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കറി തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും നമുക്കിത് സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു 20-25 മിനിറ്റ്സ് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അതായത് കറി തിളയ്ക്കാനുള്ളൊരു സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഞാൻ മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ച് ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും കറി ഏകദേശം തിളച്ചിങ്ങനെ എണ്ണ തെളിയാൻ തുടങ്ങും. ആ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. പിന്നെ മീൻ വെന്ത് കഴിഞ്ഞിട്ട്, അതായത് കറി തിളച്ച് കഴിഞ്ഞ് ഇങ്ങനെ വേവ് കഴിഞ്ഞിട്ട് കയ്യിലിട്ട് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കുക, അങ്ങനെ ഇതാക്കുക. അല്ലാണ്ട് മറ്റ് കറികൾ ഇളക്കുന്ന പോലെ മീൻ ഇളക്കരുത്, പൊടിഞ്ഞു പോകും. ഈ ടൈമിൽ കറിയിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വറവിടാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയുള്ളി നേരത്തെ എടുത്ത് വെച്ചത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2-3 ഇല വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഉള്ളി നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവണം വരെ മുരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പച്ച കടിക്കും. അപ്പോൾ ഈ ഒരു പാകമായി കഴിയുമ്പോഴേക്കും നമുക്കിത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ആ കറിക്ക് നല്ലൊരു മണവും കിട്ടും. ഈ ഉള്ളി മൊരിച്ചതിൻ്റെ ഒരു ടേസ്റ്റും ആ കറിക്ക് കിട്ടും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കറിക്ക് എരിവ് കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ഉള്ളിയുടെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തെരണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കണം. ഒരു ദിവസം വെച്ചിരുന്നിട്ട് എടുക്കുവാണെങ്കിലാണ് കറിയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയുള്ളൂ. മീനിലേക്ക് എല്ലാ എരിവും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് തെരണ്ടി കറി വെക്കണേന്നും കൂടി ഒന്ന് പറയുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എരിവും പുളിയും ഉപ്പും നമ്മൾ കറി ഇറക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ നിർത്തണം. എന്നാലാണ് ഇത് ഈ കറി ഇരിക്കുമ്പോൾ സെറ്റായിട്ട് നല്ല എല്ലാത്തിലും പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതേപോലെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.